CMRL 72 കോടി രൂപ മാക്സിമം കണ്ടെത്താൻ പറ്റുള്ളൂ. CMRL എത്രയെങ്ങാനും കോടിയുള്ള കമ്പനിയാണ്, മനസ്സിലായി. അവരെ സംബന്ധിച്ചൊരു 100 രൂപയിലും പ്രശ്നമല്ല, കാരണം ഇത് തീർന്നു കിട്ടിയാൽ മതി. 72 കൂടി ഇത് അവസാനിച്ചു. ഈ വീണേൻ്റെ കേസ് 2.72 കൂടി അവസാനിച്ചു. ഇനി വേറെ ആരെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അവരുടെ ആ കൊടുത്ത പൈസ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം കുഞ്ഞാലിക്കുട്ടി വാങ്ങിയാലും രമേശ് ചെന്നിത്തല വാങ്ങിയാണെങ്കിലും പിടിച്ച അതിന് ശേഷം വാങ്ങിയ എന്തെങ്കിലും അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അസറ്റിൽ ഈ പൈസേൻ്റെ സാധനം മാത്രമായിട്ട് രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി എത്ര എമൗണ്ട് വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പം അതിനകത്ത് ഇത് പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് ഈ കേസ് വളരെ മൈന്യൂട്ടായി ഇതങ്ങ് അവസാനിക്കുക. പക്ഷേ വേറൊരു കാര്യം, മടിയിൽ കനമില്ലെങ്കിൽ തീരും. അല്ല, മടി കനം എല്ലായിടത്തും ഇതൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ കോടതി വിധി ഈ CMRലുമായി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിധിയാണ്. ഈ വിധിയെ മുന്നോട്ട് വെച്ചിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാമെന്നറിയോ? ഇനി ഈ വിധിയുടെ അടുത്ത് സുപ്രീം കോടതി പോയിട്ട് എന്താ പറയുക, ഇത് സിവിൽ കേസിൽ അന്വേഷണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, സിവിൽ കേസിലാണ് ഈ വാദം നടക്കുന്നത്, എന്തിലല്ല, ക്രിമിനൽ കേസിലല്ല വാദം നടക്കുന്നത്. ഈ പ്രെഡിക്കേറ്റ് ഓഫൻസും ഈ ഷെഡ്യൂൾ ഓഫൻസിലൊന്നും വാദമില്ല. ഇനി വാദം നടക്കുന്നത് എന്താ, സിവിൽ കേസിലാണ്. സിവിൽ കേസിലൊരു പ്രശ്നമുണ്ട്. എന്താണ്, ഈ ഇൻകം ടാക്സിൻ്റെ ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൻ്റെ മേലെയാണ് അന്വേഷണം നടക്കുന്നത്, അല്ലേ? ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡ് ഈ പറയുന്ന കേസ് ഓൾറെഡി തീരുമാനിച്ചു, വിധി പറഞ്ഞു കഴിഞ്ഞു. അതിന് മേലെ ഈ CMRൽ കൊണ്ട് ടാക്സ് അടച്ചു. അപ്പോൾ എന്ത് ചെയ്തു, അതിന് മേലെ വിധി വന്നു കഴിഞ്ഞു. ഇനി ഈ വിധി മുന്നോട്ട് പോകണോ എന്നുള്ളത് ആരാ തീരുമാനിക്കുക? സുപ്രീം കോടതിയെ തീരുമാനിക്കുക. അപ്പോൾ ഒരു ശിക്ഷയ്ക്ക് 2 വിധിയോ, ഒരു ശിക്ഷയ്ക്ക് 2 വിധിയോ? അപ്പം ഞാൻ പറഞ്ഞ സിവിൽ കേസിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്. പക്ഷേ ഇത് ക്രിമിനൽ കേസോ ഒഫൻസോ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. കാരണം എന്താ, അത് ക്രിമിനൽ കേസിന് മേലെയുള്ള കള്ളപ്പണം PMLA ആക്ട് മേലെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ സുപ്രീം കോടതി നടക്കാൻ പോകുന്ന വാദം എന്താ, ക്രിമിനൽ കേസിനെ കുറിച്ച് മിണ്ടാൻ പറ്റുമോ? ഏതെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടോ? ഒറ്റ കാര്യമുള്ളൂ, 2 കേസേ ഉള്ളൂ. ഒന്നാമത്തെ ഇതിൻ്റെ ആധികാരിക രേഖയായ ഈ പറയുന്ന ഇൻകം ടാക്സിൻ്റെ ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് 1. രണ്ടാമത്തെ കാര്യം എന്താ, ഇതിലെ 78 കോടി രൂപേൻ്റെ അതിനകത്ത് ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് മേടിച്ചില്ലായിരുന്നു, ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇൻകം ടാക്സ് മേടിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അഡ്ജുഡിക്കാരോ അത് ആരാ, ഇത് വേറെ ആരും ചെന്ന് പറയല്ല. ഇതേ CMRL സ്വമേധയാ വെളിപ്പെടുത്തുകയാണ്. എന്ത്, ഞങ്ങൾക്ക് ഇത്രയും ആവശ്യങ്ങൾക്ക് ഇത്ര ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തിയത് ശരിയല്ല. അപ്പോൾ ഞങ്ങൾ എന്തിനാണ് ഈ പൈസ ഉപയോഗിച്ചിട്ടുള്ളത്? ഞങ്ങളിത് അമ്പലത്തിന് കൊടുത്തിരിക്കുന്നു, മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്നു, പ്രൊമോഷന് വേണ്ടി കൊടുത്തിരിക്കുന്നു, ഇങ്ങനെ എല്ലാ പണങ്ങളും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിന് മുന്നിൽ ചെല്ലുന്നു. ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ത് പറയുന്നു, അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, ഇത് ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിൻ്റെ പിഴ അടയ്ക്കണം എന്ന് പറയുന്നു. ശരി, ഞങ്ങൾ അടച്ചേക്കാമെന്ന് പറയുന്നു. അടച്ചു കഴിഞ്ഞു. അതോടുകൂടിയിട്ട് ഇത് കള്ളപ്പണമല്ല. അപ്പോൾ എന്തായി, ഇത് വെളുത്ത പണമായി.